ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് നമുക്കറിയാം ഉയർപ്പിൻ്റെ അനുഗ്രഹീത ദിനത്തെ കൊണ്ടാടുന്നു. ഒരിക്കലായി മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഇഹത്തിലേക്ക് അവതരിച്ച് നമ്മുടെ പാപശാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ പരമബലിയായി കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പലർക്കും ആണ്ടിലൊരിക്കൽ മാത്രം അതൊരോർമ്മയായി മാറുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ ആ കർത്താവുമായിട്ട് അഭേദ്യ ബന്ധം പുലർത്തിക്കൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ആ ശ്രേഷ്ഠകരമായ അനുഭവത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായി കണ്ടു മുന്നേറുവാൻ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥകളെ ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. പിതാവായ ദൈവം നമ്മെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു. അങ്ങനെ കർത്താവിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ആ കർത്താവിനെ പ്രതിനിധീകരിക്കുവാൻ ഇഹത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദവി തന്നെയാണ് ദൈവമക്കൾ എന്നുള്ള പദവി. അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും അനുഭവിക്കുവാനും പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി നിലകൊള്ളുവാനും കർത്താവ് നമുക്കേവർക്കും കൃപ ചെയ്യട്ടെ. അതിനായി നമ്മളെ ഒന്നുകൂടി പുനഃസമർപ്പിക്കുന്ന ഒരു സമയം കൂടിയായി ഇന്നത്തെ ദിവസം തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. കൂടി വരുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ തുറന്ന മനസ്സോടെ നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള സ്വാതന്ത്ര്യമൊക്കെ അടയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് തൻ്റെ പ്രവൃത്തി ശക്തമായിട്ട് പലയിടങ്ങളിലും മറപുറത്ത് ചെയ്യുന്നു. നമുക്ക് ദൈവം നൽകി തരുന്ന സ്വാതന്ത്ര്യവും ആരാധനയ്ക്കായിട്ട് കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠകരമായി തന്നെ പരിഗണിക്കുകയും ആ നിലയിൽ നമ്മുടെ കർത്താവിനെ തുറന്ന മനസ്സോടുകൂടി ആരാധിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകട്ടെ. അത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെയുള്ള കാലങ്ങൾ വരുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. സാധ്യതകൾ ഇന്നത്തെ നിലവാരത്തിൽ നാം ചിന്തിച്ചാൽ മുൻപോട്ടുള്ള ദിനങ്ങളൊക്കെ അത്തരത്തിലെ പ്രതിസന്ധികൾ നമ്മുടെയും കൊച്ചു കേരളത്തിൽ ആവർത്തിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനും ആരാധനയ്ക്കായി കൂടി വരുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകലിലും ദൈവ തിരുപാദവിടം ഒരുമിച്ച് ആയിരിക്കാം. നാം ആരും ഇവിടെ കാഴ്ചക്കാരില്ല. നമ്മളെല്ലാം കർത്താവിനെ അർപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ദൈവദാസന്മാർ ആവർത്തിച്ച് പറയുമ്പോൾ പൊഴിഞ്ഞു വീഴുന്ന ഒരു സ്തോത്രത്തെക്കാൾ ഉപരി നമ്മുടെ അതരം തുറന്ന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കുവാൻ, ആ ദൈവസാന്നിധ്യത്തിൻ്റെ നിഴലിലായിരിക്കുവാൻ, ചായ്വിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും അവസരങ്ങൾ നൽകട്ടെ. എല്ലാ ആരാധനയിലും നാം കൃത്യമായി ചെയ്യേണ്ട 2-3 കൂട്ടം കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. നാം ഒന്ന് ഇവിടെ ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് വന്നത്. കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്തോത്രകാഴ്ച എന്നുള്ളതിനേക്കാൾ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ നടത്തിയത്, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കർത്താവ് തൻ്റെ കരങ്ങളിൽ നമ്മളെ ഏറ്റവും ശ്രേഷ്ഠകരമായി ചുമന്നുകൊണ്ട് നടക്കുന്നത് ഓർത്താൽ ശാന്തമായിട്ട് നമുക്കിരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. 2, ദൈവത്തോട് പറയാനായിട്ടാണ് നമ്മളിവിടെ വന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം നമ്മൾ ദൈവത്തോട് പറയണം. ദൈവത്തോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. മനുഷ്യനോട് പറഞ്ഞാൽ ഒരു വേള മനുഷ്യൻ അത് ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവത്തോട് പറയാനാണ് നാം ഇവിടെ വന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മോട് വന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നാം ചെയ്യുമ്പോൾ തിരിച്ച് ദൈവം നമ്മോട് ചിലത് പറയും. അപ്പോൾ ദൈവം പറയുന്നത് കേൾക്കാനാണ് നമ്മളിവിടെ വന്നത്. എല്ലാ ആരാധനകളിലും ഈ 3 കാര്യങ്ങൾ നടക്കണം. 1, ദൈവത്തിന് കൊടുക്കണം. 2, ദൈവത്തോട് പറയണം. 3, ദൈവത്തിങ്കൽ നിന്ന് കേൾക്കണം. ഹല്ലേലൂയ. അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നാം കർത്താവിനോട് സംസാരിക്കണം. നാം അതരം തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഹൃദയം ഏകാഗ്രമാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായും അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ആ നിലയിൽ നമ്മുടെ ആരാധന അർത്ഥവത്താകാൻ ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് ദീർഘിപ്പിക്കാതെ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ നമ്മുടെ നടുവിലുണ്ട്. ഒടുവിൽ
കർത്താവിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് ദൈവദാസനിൽ നിന്ന് ശ്രദ്ധിക്കുവാനായിട്ട് കർത്താവ് ഇടവരുത്തട്ടെ. അപ്പോൾ തന്നെ സാക്ഷ്യങ്ങൾക്കായിട്ട് ഇന്ന് അവസരങ്ങൾ നൽകേണ്ടതായിട്ടുമുണ്ട്. പല പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിവർത്തിക്കപ്പെടാൻ പ്രതീക്ഷയോടെ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാം. 25-ാം സങ്കീർത്തനം ദാവീദിൻ്റെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ്. വളരെ പ്രാവശ്യങ്ങൾ ഇതിനകത്തെ വേദഭാഗങ്ങൾ നാം ചിന്തിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വേഗത്തിൽ 2-3 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. 25-ാം സങ്കീർത്തനത്തിനകത്ത് പ്രധാനമായിട്ട് 4 തരം വഴികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം വിശദീകരണത്തിനായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. വായിച്ച ഓരോ ഭാഗങ്ങൾ പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 4 തരം വഴികളെ കുറിച്ച് 25-ാം സങ്കീർത്തനത്തിനകത്ത് പരാമർശങ്ങളുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ് പ്രാരംഭ ഭാഗം കിടക്കുന്നത്. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. അപ്പോൾ 1-ാമത്തെ വഴിയുടെ പേര് അറിയേണ്ട വഴികൾ എന്നാണ്. അറിയേണ്ട വഴികളാണ് 1-ാമത്തെ വഴികൾ. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ 143-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് കൂടി ഒന്ന് വരാം. 143-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ എന്ത് ചെയ്യണം? അറിയിക്കണമേ. അവിടെയും വഴി അറിയിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരുപാട് വഴികൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. വനാന്തരങ്ങളിൽ ആടിനെ മേയിച്ച് നടന്നപ്പോൾ ശൗല് തന്നെ ഓടിച്ച് വനാന്തരങ്ങൾ നീളെ എല്ലാ വനത്തിൻ്റെയും മുക്കും മൂലയും മരുഭൂമിയിൽ കൂടിയും ഒക്കെ ധാരാളം തവണ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ ഓടിപ്പോയ സന്ദർഭങ്ങളിൽ തനിക്കറിയാവുന്ന ഒരുപാട് വഴികളുണ്ട്. കുറുക്കു വഴികൾ കണ്ടേക്കാം, എളുപ്പ വഴികൾ കണ്ടേക്കാം. അപ്പോൾ നിരവധി വഴികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ആർക്കുണ്ട്? ദാവീദിനുണ്ട്. ഇപ്പൊ മുണ്ടത്താനത്ത് ദീർഘവർഷങ്ങളായി പാർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പത്തനാട്ടൊന്ന് കണ്ണ് കെട്ടി വിട്ടാൽ വരെ നമുക്കിവിടെ വരാം. കാരണം അത്രയ്ക്ക് ഇവിടുത്തെ പല വഴികളും ദീർഘവർഷങ്ങൾ കൊണ്ട് ഇവിടെ പാർക്കുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? കണ്ണ് കെട്ടി വിട്ടാലും നമ്മൾക്ക് ഇടയപ്പാറ വരാൻ, മുണ്ടത്താനത്ത് വരാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ട് കാണത്തില്ല. കാര്യം എവിടെ വളവുണ്ട്, എവിടെ തിരിവുണ്ട്, എന്തിനേറെ എവിടെ ഒരു റോഡിൽ ഗട്ടറുണ്ട്, ഇതൊക്കെ നമുക്കറിയാം ദിനംതോറും നാം സഞ്ചരിക്കുന്നത് കൊണ്ട്. അപ്പോൾ വഴികൾ അറിയാഞ്ഞിട്ടല്ല, ഒരുപാട് വഴികൾ ദാവീദിന് അറിയാം. പക്ഷേ ഇവിടെ ഭക്തൻ ചോദിക്കുകയാണ്, ഒത്തിരി വഴികൾ അറിയാമെങ്കിലും പലപ്പോഴും നടക്കേണ്ടെന്ന വഴികൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നാം അറിയേണ്ട വഴികളുണ്ട്. ഓരോ ദിവസവും ഏത് പാതകളിൽ സഞ്ചരിക്കണമെന്ന് ദൈവത്തോട് നാം ചോദിച്ച് നടക്കാൻ നാം തയ്യാറായാൽ അബദ്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കുഴച്ചിലുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്തയുള്ളവരെ ദൈവം ഒരു വഴിയും അറിയിക്കാറില്ല. എന്നാൽ കർത്താവെ, നീ എനിക്ക് ചിലത് അറിയിച്ചു തരണമേ എന്നൊരാവശ്യബോധം എൻ്റെ അകത്തുണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് ദൈവം ഇടവേളകളിൽ ഇടപെട്ടിരിക്കും. അങ്ങനെ ദൈവം ഇടപെട്ട് വഴി കാണിച്ച് ഓരോ ദിവസവും നടത്തുന്ന പ്രിയപ്പെട്ടവർ, അത് അനുഭവിക്കുന്നവർ ദൈവത്തിന് ഒരിക്കൽ കൂടി ഒന്ന് മഹത്വം കൊടുത്താട്ടെ. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വഴി ഇതാകുന്നു, ഇതുവഴി നടന്നുകൊള്ളുക എന്ന ഇമ്പമേറിയ ഒരു ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കും. എന്തു ചെയ്യണം, എങ്ങോട്ട് തിരിയണം, ഏത് ഭാഗത്തോട്ട് മാറണം, കൃത്യമായിട്ട് നമുക്ക് ലൈവായിട്ടൊരു ബന്ധം നമ്മുടെ കർത്താവുമായിട്ടുണ്ടെങ്കിൽ ഒരു കാടിക്കുടിയിലും ചാടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, കൃത്യതയുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു തന്നു നമ്മെ നടത്താൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അപ്പോ 1-ാമത്തെ വഴികൾ അറിയേണ്ട വഴികളാണ്. അറിയേണ്ട വഴികളാണ്. വിശദീകരിക്കുന്നില്ല. 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ 2-ാമത്തെ കാര്യം കിടപ്പുണ്ട്. 8-ാമത്തെ വാക്യം. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. 2-ാമത്തെ 25-ാം സങ്കീർത്തനത്തിലെ വഴി കാണിക്കേണ്ട വഴികളാണ്. 1 അറിയേണ്ട വഴികൾ, 2 കാണിക്കേണ്ട വഴികൾ. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ പാപികളെ കാണുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ദൈവം ശിക്ഷിക്കുകയല്ല. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പാപികളെ കർത്താവ് സ്നേഹിക്കുന്നു, പാപത്തെ നമ്മുടെ കർത്താവ്
വെറുക്കുന്നു. അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒന്നുകൂടി പറയാം, ധാരാളമായി കേട്ട് പരിചയമുള്ള ഒരു ഭാഗമാണ്. പാപികളെ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. പാപത്തെയാണ് നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നത്? വെറുക്കുന്നത്. മനുഷ്യർ പലപ്പോഴും നേരെ തിരിച്ചാണ്. പാപത്തെ സ്നേഹിക്കുകയും പാപികളെ വെറുക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ കർത്താവിൻ്റെ മനസ്ഥിതി എപ്പോഴും നമ്മുടെ മനസ്ഥിതിയാക്കി നമുക്ക് മാറ്റണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്ന് പറയുമ്പം ക്രിസ്തു കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാൻ, ക്രിസ്തു ഇടപെടുന്നത് പോലെ ഇടപെടാൻ, ക്രിസ്തു ഒരാളോട് എങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ പ്രതികരിക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമുക്കെങ്ങനെ പ്രതികരിക്കാൻ പറ്റുമോ അതായിരിക്കും ആദ്യം വരുന്നത്. പക്ഷെ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരുവൻ തിരിച്ചറിയണം, ഇനി നമ്മളല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ ക്രിസ്തു എങ്ങനെ ഇടപെടുമോ അങ്ങനെ ഇടപെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, പാപികളെ നേർവഴി എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു, നേർവഴി കാണിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു നീതിയുടെ ഭാഗം കൂടിയാണ്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, എനിക്കറിയത്തില്ലായിരുന്നു എന്നൊന്നും ആരും ഒരു ഉപാധി പറയാതിരിക്കാൻ പാപികൾക്ക് നേർവഴി നമ്മുടെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നു. കാണിച്ചു കൊടുക്കുന്ന വഴിയെ കൂടെ പോകണമോ പോകണ്ടയോ എന്നുള്ളത് അവനവൻ്റെ സ്വതന്ത്ര ചിന്തയ്ക്കകത്ത് വരുന്ന കാര്യമാണ്. പക്ഷേ ദൈവം കാണിക്കാത്തത് കൊണ്ട് ആരും നടക്കാതിരിക്കേണ്ട ഗതികേടുണ്ടാകുന്നില്ല. സകലരെയും നമ്മുടെ കർത്താവ് തൻ്റെ വഴി അറിയിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റുന്നുണ്ട്. ഹിതമറിയാഞ്ഞിട്ടൊന്നുമല്ല, കൃത്യമായിട്ടുള്ള ഹിതമറിയാം. ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ആ വഴി പോകാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇതൊക്കെ എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മുടെ അകത്ത് എഴുതി കിട്ടിയതാണ്. എങ്കിലും ചിലപ്പോൾ നമ്മൾ അതിനെ ലംഘിച്ചു പോകാറുണ്ട്. അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, അറിയാം ആയിരുന്നിട്ടും ചിലപ്പോൾ തെറ്റാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഒരു മനസ്സാണ് നേർവഴികളെ കാണിക്കുക എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് നേരെ ഓപ്പോസിറ്റാണ് ശത്രുവിൻ്റെ കാര്യപരിപാടി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയോട് പൗലോസ് ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഏലീമാസ് എന്ന് പറയുന്ന ഒരു വിദ്വാൻ ഈ സെർഗിയോസ് പൗലോസിന്റെ അകത്ത് പൗലോസ് സംസാരിക്കുന്നത് കൊണ്ട് ഒരു മാറ്റത്തിലോട്ട് വരുന്നു എന്നറിഞ്ഞ എലീമാസ് അവിടെ ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു കളയുന്നത് ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് സെർഗിയോസ് പൗലോസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ പൗലോസ് എലീമാസിന്റെ നേരെ തിരിഞ്ഞിട്ട് പറയുന്ന കഠിനമായ ചില പദപ്രയോഗങ്ങളുണ്ട്. അതിനകത്തെ ഒരു പദപ്രയോഗമാണ്, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? അപ്പൊ ശത്രുവിന്റെ കാര്യപരിപാടി നേർവഴി മറിച്ചു കളയുക, നേർവഴി മറച്ചു വെക്കുക. സ്തോത്രം. എന്ന ദൈവത്തിന്റെ കാര്യപരിപാടി ഏതു തകർന്ന പാപിയെയും നേർവഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, അറിയേണ്ട വഴികൾ; രണ്ട്, കാണിക്കേണ്ട വഴികൾ. അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സ്തോത്രം. കാണിക്കേണ്ട വഴികൾ. ഒരുപാട് കാര്യങ്ങൾ അതേ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുന്നു. 3-ാമത്തെ ഭാഗത്തിലേക്ക് വരാം. 9-ാമത്തെ വാക്യം, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. 3-ാമത്തെ കാര്യം എന്താണ്? പഠിക്കേണ്ട വഴികളാണ്. ഒന്ന്, അറിയേണ്ട വഴി; രണ്ട്, കാണിക്കേണ്ട വഴികൾ. 3-ാമത്തത് ഇവിടെ നാം വായിക്കുന്നത് പഠിക്കേണ്ട വഴിയാണ്. പഠിക്കേണ്ട വഴിയാണ്. 9-ാമത്തെ വാക്യത്തിൽ സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ എന്ത് ചെയ്യുന്നു? അപ്പൊ അതിനെ ഒന്ന് വിശദീകരിച്ച് നോക്കിക്കേ. ഈ 3 കാര്യങ്ങളെ ഒന്ന് വിശദീകരിച്ച് നോക്കിക്കേ. പ്രാർത്ഥിക്കുന്നവനെ ദൈവം വഴി അറിയിക്കും. 2-ാമത്തെ വഴി എന്താണ്? 2-ാമത്തെ കാര്യം എന്താണ്? പാപികളെ ദൈവം വഴി കാണിക്കും. 3, സൗമ്യതയുള്ളവരെ ദൈവം വഴി എന്ത് ചെയ്യും? പഠിപ്പിക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം വഴി അറിയിക്കും, പാപിയെ ദൈവം വഴി കാണിക്കും. ഇവിടെ സൗമ്യതയുള്ളവരെ അവൻ എന്ത് ചെയ്യുന്നു? സൗമ്യതയുള്ളവർക്ക് അവൻ വഴി പഠിപ്പിച്ച് കൊടുക്കുന്നുവെന്നാണ്. പഠിപ്പിച്ചു കൊടുക്കുന്നുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ പഠിപ്പിച്ചാൽ എത്ര ശ്രേഷ്ഠകരമാണ്. ആത്മീക ജീവിതം തന്നെ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ ഒരു പഠനമായിട്ട് തന്നെ കിടക്കുന്നു.
എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആത്മീക ജീവിതത്തിൽ പഠിക്കാനുണ്ടല്ലേ. വേഗത്തിൽ ഓർമ്മ വരുന്ന ചില കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ലൂക്കോസ് 11 യേശുവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ നീ ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥന പഠിപ്പിക്കണം. പ്രാർത്ഥന പഠിക്കേണ്ട കാര്യമുണ്ടോ? നിശ്ചയമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രാർത്ഥന പഠിക്കണം. രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ് വചനം പഠിക്കണം. ഗലാത്യർ 6:6 നമ്മൾ വചനം എന്ത് ചെയ്യണം? പഠിക്കണം. വീണ്ടും നമ്മൾ ഫിലിപ്പർ 4:19 വരുമ്പോൾ ക്രിസ്തീയ ജീവിതം തന്നെ നമ്മൾ പഠിക്കണം. പല കാര്യങ്ങൾ ഈ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. വീണ്ടും മുൻപോട്ട് വന്നാൽ 2 തീമോത്തിയോസ് 3:14 ശുശ്രൂഷ പഠിക്കണം. ഫിലിപ്പർ 4:11 തൃപ്തരായിട്ട് ജീവിക്കാൻ പഠിക്കണം. ഇതൊക്കെ ദൈവം നമുക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ച് കൊടുക്കുന്നു. ആരാ വഴി? ഇവിടെ പഠിക്കേണ്ട വഴി ഏതാണ്? ആരാ വഴി? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം കർത്താവിനെ പഠിക്കണം. 4 കാര്യങ്ങൾ ഓടിച്ചു പറയാം, വിശദീകരണങ്ങൾ എപ്പോഴെങ്കിലും നൽകാം. മത്തായി 11:29. മത്തായി 11:29 ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് 4 വിധത്തിൽ ക്രിസ്തുവിനെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട്. അപ്പൊ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് 4 പഠനങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ പഠനം ക്രിസ്തുവിനോട് പഠിക്കുക എന്നുള്ളതാണ്. എന്താണ്? ക്രിസ്തുവിനോട് പഠിക്കുക. ക്രിസ്തുവിനോട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉപാധി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുസ്തകം വായിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. പ്രസംഗം കേട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. ക്രിസ്തുവിനോട് പഠിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖം എന്ത് ചെയ്യണം? ഏൽക്കണം. എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ ആ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ഒരേ നിലയിൽ ക്രിസ്തുവിനോട് ചേർന്ന് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനോട് പഠിക്കുവാനായിട്ട് പറ്റുക. രണ്ടാമത്തെ വസ്തുത എഫെസ്യർ 4:21 ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. എഫെസ്യർ 4:21 ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. 1 ക്രിസ്തുവിനോട് പഠിക്കുക, 2 ക്രിസ്തുവിനെ പഠിക്കുക. ക്രിസ്തുവിനെ പഠിക്കാനുള്ള ഏറ്റവും നല്ല മുഖാന്തരം നമ്മുടെ കയ്യിലുള്ള സത്യവേദ പുസ്തകം തന്നെയാണ്. യേശു ക്രിസ്തുവിനെ പഠിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം തുടങ്ങി വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം വരെയുള്ള 66 പുസ്തകങ്ങളിൽ നമുക്കറിയാം. പഴയ നിയമ പുസ്തകങ്ങളിൽ ക്രിസ്തുവുണ്ട്, സങ്കീർത്തനങ്ങളിൽ ക്രിസ്തുവുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിൽ ചിതറപ്പെട്ട് കിടക്കുകയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ. അപ്പൊ ക്രിസ്തുവിനെ പഠിക്കേണ്ടവർ തിരുവചനത്തിലോട്ട് തിരിയുക. യെശയ്യാവിലെ ക്രിസ്തുവുണ്ട്, വെളിപ്പാടിലെ ക്രിസ്തുവുണ്ട്, സങ്കീർത്തനങ്ങളിലെ ക്രിസ്തുവുണ്ട്. ഇങ്ങനെ ഓരോ പുസ്തകങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ മറഞ്ഞു കിടപ്പുണ്ട്. ഒറ്റ വായനയിൽ ചിലതൊന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. തൈരിനകത്തുനിന്ന് വെണ്ണ ചുമ്മാതെ പൊങ്ങി വരത്തില്ല. തൈര് കടയുമ്പോൾ അതിനകത്ത് കിടക്കുന്ന വെണ്ണ മുകൾ തട്ടിലോട്ട് പൊന്തി വരുന്നത് പോലെ ആത്മസഹായത്തോടെ വചനം ധ്യാനിച്ചതിനെ കടയുമ്പോൾ മറഞ്ഞു കിടക്കുന്ന ക്രിസ്തു വെളിപ്പാടുകൾ അതിനകത്തുനിന്ന് പുറത്തു വരും. അങ്ങനെ തിരുവചനം പഠിച്ചാൽ നമുക്കതിനകത്ത് ക്രിസ്തുവിനെ പഠിക്കാൻ പറ്റും. 1 ക്രിസ്തുവിനോട് പഠിക്കുക. ക്രിസ്തുവിനോട് പഠിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖമേൽക്കണം. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റും. 2 ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? അത് തിരുവചനത്തിൽ കൂടിയാണ്. ഇനി 3-ാമത്തെ ഭാഗം ലൂക്കോസ് 11:1 നമ്മളിവിടെ പരാമർശിച്ചതാണ്. ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക. ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക. പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ക്രിസ്തുവിൽ നിന്ന്. ഉലകത്തിലുള്ള ഏത് ബൈബിൾ സ്കൂളിൽ എത്ര പ്രഗത്ഭനായ അധ്യാപകൻ നമ്മളെ പഠിപ്പിച്ചാലും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതിനോട് തുല്യം ഇതൊന്നും ആകത്തില്ല. ഒരു ബൈബിൾ സ്കൂളിലും പഠിക്കാത്ത ചില അനുഭവങ്ങളാണ്
നമ്മുടെ ആത്മീക ജീവിതത്തിൽ കർത്താവ് നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? കർത്താവ് നമ്മുടെ വ്യക്തിപര ജീവിതത്തിൽ ഇറങ്ങി വന്ന് അനുഭവങ്ങളിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നതിനോട് തുല്യമായി ഉലകത്തിലെ ഒരു പഠനവും ആകത്തില്ല. അതുകൊണ്ട് പഠിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞത്. എന്തോരം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കണം. പക്ഷേ വ്യക്തിപരമായി നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മീക ജീവിതത്തെ ഉറപ്പിക്കാൻ അനുഭവങ്ങളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠകരമായ പഠനക്കളരിയുണ്ട്. അവിടെ കിട്ടുന്ന വെളിപ്പാടുകളൊന്നും ഒരു സ്കൂളിലും കിട്ടത്തില്ല, ഒരു ബൈബിൾ കോളേജിലും കിട്ടത്തില്ല, ഒരു ഡോക്ടറേറ്റ് എടുത്താലും കിട്ടത്തില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ടെന്നാണോ? അല്ല, ഇതെല്ലാം ഉലകത്തിൽ പാർക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിനപ്പുറമാണ് നമ്മെ ക്രിസ്തു പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി നാം ദൈവകരത്തിലേക്ക് നമ്മളെ വിധേയപ്പെടുത്തണം. നാലാമത്തെ കാര്യമാണ് ക്രിസ്തുവിനെ പഠിക്കുക എന്നൊരു ഭാഗമുണ്ട്. ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു ദേശത്തെ പഠിക്കാൻ നമുക്ക് ഒത്തിരി വഴിയുണ്ട്. നമുക്കറിയാം, ഇന്ന് ഗൂഗിളിലോട്ട് കയറിയാൽ ഏത് ദേശത്തെക്കുറിച്ച് എന്ത് വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകാതിരിക്കുന്നത്. എല്ലാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ദേശത്ത് എത്ര പേര് താമസിക്കുന്നുണ്ട്, അവരുടെ ഭാഷ, ഭക്ഷണ രീതി, വസ്ത്രരീതി, എന്തിനേറെ സ്വഭാവ രീതി, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠകരമാണ് 10 ദിവസം ആ ദേശത്ത് പോയി അവിടെ അവരിൽ ഒരുവനെ പോലെ താമസിച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത പലതും അനുഭവത്തിൽ നമുക്കറിയാനായിട്ട് പറ്റും. അപ്പം ക്രിസ്തുവിനെ പഠിക്കാനുള്ള ഏറ്റവും വലിയ വഴി ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. കർത്താവിൽ വസിക്കുക. മഴ പെയ്യുമ്പം ഹോളിൻ്റെ വരാന്തെ കയറി നിന്നിട്ട് മഴ തോരുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് പോലെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് കർത്താവിനെ പഠിക്കാനായിട്ട് പറ്റത്തില്ല. കേവലം ഒരു കാര്യസാധ്യത്തിനായി നമ്മൾ ആ ചായ്പിൽ വന്ന് കാര്യം സാധിക്കുന്നവരോട് നിന്നേച്ച് കാര്യസാധ്യം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയാൽ അങ്ങനെയുള്ളവർക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. 91-ാം സങ്കീർത്തനത്തിൽ ഈ 2 ഭാഗവും പറയുന്നുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഒരുപക്ഷെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കാം കർത്താവിനോട് അടുത്തത്. കർത്താവിനോട് അടുക്കാൻ പലർക്കും പല മുഖാന്തരമാണ്. ചിലപ്പോൾ രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, മാനസിക സംഘർഷങ്ങളായിരിക്കാം. അങ്ങനെ ആയിരിക്കാം കർത്താവിനോട് അടുക്കാൻ മുഖാന്തരം. അതല്ലാതെയും അടുക്കുന്നവരുണ്ട്. തിരുവചനം വായിച്ചും ദൈവത്തിന്റെ ഡയറക്റ്റുള്ള ഇടപെടലുകൾ കൊണ്ടൊക്കെ ദൈവവൈതങ്ങളായി തീർന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ കൂടിയാണ് കർത്താവിനോട് അടുക്കാൻ ഇടയായത്. ഒരുപക്ഷേ ചില പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരുന്നത്. നമുക്കറിയാം, അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. പക്ഷെ നിങ്ങൾ ആ സങ്കീർത്തനം താഴേക്ക് വായിച്ചു വരുമ്പോൾ നിഴലിൽ പാർത്തവൻ അവന്റെ കാഴ്ചപ്പാട് മാറുന്നുണ്ട്. ഞാൻ അത്യുന്നതനെ എന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറയത്ത് കയറി കാര്യം നടക്കാൻ വേണ്ടി നിന്ന ഏർപ്പാടിനപ്പുറം ഭക്തൻ അവിടെ പറയുന്നു, ഇനി ഞാൻ ഈ അത്യുന്നതനെ വിട്ടേച്ചൊരു കാര്യപരിപാടിക്കില്ല. അപ്പൊ നിഴലിൽ കയറിയവൻ പിന്നീട് മനസ്സിലാക്കി ഇനി ഇവിടം വിടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അത്യുന്നതനെ എന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. എത്രയോ ശ്രേഷ്ഠകരമായ പദവിയാണ് അത്. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ പാർക്കുന്നത് കാര്യസാധ്യത്തിനാണോ? ആണോ? അല്ല. അത് നമ്മുടെ വീടായതുകൊണ്ട് വേറെ എങ്ങും പോകാനില്ല. അതാണ് നമ്മുടെ എല്ലാം എന്നതുപോലെ ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അടുക്കുന്നതിനപ്പുറം ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു തലം നമ്മുടെ വ്യക്തിപര ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെയൊക്കെ വസിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഏതു വെല്ലുവിളികളും പിടിച്ചു നിൽക്കുവാനായിട്ട് പറ്റൂ. കരമുയർത്തി കർത്താവിനോട് സ്തോത്രം പറയാം. പീഡനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കനക്കുന്നു. ശക്തമായിട്ടുള്ള പീഡനം വന്നാൽ എത്ര പേര് പിടിച്ചു നിൽക്കുമെന്ന് അന്നേരമേ അറിയാൻ പറ്റത്തുള്ളൂ. യേശുവിനെ കുറിച്ച് പഠിച്ചാൽ ഒരുപക്ഷെ യേശുവിൽ നിന്ന് പഠിക്കാനൊക്കെ നമുക്ക് സാധിച്ചേക്കാം. പക്ഷെ ഇവർക്കൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിലെ വെല്ലുവിളികൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പോകാം. എന്നാൽ അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമാണ്. റോമാലേഖനം 8-ന്റെ അവസാനം 10-17 കൂട്ടം വെല്ലുവിളികളെ അവിടെ എഴുതിയിട്ട് പൗലോസ് പറയുന്നു, ഇതിലേതെങ്കിലും ഒരു വെല്ലുവിളി മുൻപോട്ട് വരട്ടെ, ഇതിനൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല.
17 പ്രതിസന്ധികളെ ചലഞ്ച് ചെയ്തുകൊണ്ട് പൗലോസ് പറയുന്നു, ഇതിനൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ആഴമായി ക്രിസ്തുവിൽ വസിക്കാൻ നമുക്കൊരു കൃപ ദൈവം തരട്ടെ. അപ്പോ ക്രിസ്തുവിൽ വസിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് ക്രിസ്തുവിനെ പഠിക്കാൻ പറ്റുക. ക്രിസ്തുവിനോട് പഠിക്കണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കണം. ഇവിടെ നാം കണ്ടു, ക്രിസ്തുവിൽ നിന്ന് പഠിക്കണം, ക്രിസ്തുവിനെ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. 12ാമത്തെ വാക്കോട് വായിച്ച് അവസാനിപ്പിക്കാം. യഹോവഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. 4ാമത്തെ വഴി തെരഞ്ഞെടുക്കേണ്ട വഴികളാണ്. ഒരു ആയുസ്സിൽ നമ്മൾ എന്തോരം തെരഞ്ഞെടുപ്പുകൾ ഏതെല്ലാം വിഷയത്തിൽ നടത്തുന്നവരാണ് അല്ലേ? ഒറ്റ തെരഞ്ഞെടുപ്പ് പാളിയാൽ മതി, നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാൻ ഒറ്റ തെരഞ്ഞെടുപ്പ് മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു തെരഞ്ഞെടുക്കേണ്ട വഴി. കുടുംബജീവിതത്തിൽ പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിനകത്ത് പിഴവ് പറ്റിയാൽ ലൈഫ് പോയില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം കൃപയോടുകൂടി ദൈവസാന്നിധ്യത്തോടുകൂടി നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കാഴ്ചയിലും നമ്മുടെ ചിന്തയിലുമൊക്കെ ഒത്തിരി കാര്യം നല്ലതായിട്ടൊക്കെ തോന്നും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിൻ്റെ അപ്പുറം എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിനപ്പുറം ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും കർത്താവ് സെലക്ട് ചെയ്യാൻ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് നല്ലതെന്ന് തോന്നുന്നതാണെങ്കിൽ കൂടി അതിനകത്ത് കർത്താവിൻ്റെ അനുമതിയുണ്ടോ, കർത്താവിൻ്റെ കയ്യൊപ്പുണ്ടോ, കർത്താവ് ഇത് സെലക്ട് ചെയ്ത് തരുന്നതാണോ എന്ന് തിരിച്ചറിയാൻ ഒന്ന് വെയിറ്റ് ചെയ്താട്ടെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കർത്താവ് നമുക്ക് തെരഞ്ഞെടുത്ത് തരുന്നതിൽ സഞ്ചരിച്ചാൽ നമുക്ക് ചില പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പം 4 വഴികളാണ് ഈ സങ്കീർത്തനത്തിൽ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. 25ാം സങ്കീർത്തനത്തിനകത്ത് 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. 1ാമത്തെ വഴി ഏതാണ്? അറിയേണ്ട വഴികളാണ്. 2ാമത്തെ വഴി കാണിക്കേണ്ട വഴികൾ. 3ാമത്തെ വഴി പഠിക്കേണ്ട വഴികൾ. 4ാമത്തത് തെരഞ്ഞെടുക്കേണ്ട വഴികൾ. കണ്ണുകളെ ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. ദൈവകരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കുന്നവനെ നമ്മുടെ ദൈവം വഴി അറിയിക്കുന്നു. പാപിയെ ദൈവം നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവർക്ക് വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഭക്തനെ തെരഞ്ഞെടുക്കേണ്ടെന്ന വഴി കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടി ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കർത്താവ് തൻ്റെ വഴി നമ്മളെ പഠിപ്പിക്കട്ടെ. ദൈവസാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കാൻ ദൈവകരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. വഴിയില്ലെന്ന് നാം വിചാരിക്കുന്ന ഇടത്തും ദൈവം മറച്ചിട്ടിരിക്കുന്ന ചില വഴികളുണ്ട്. ഇവിടെ ഒന്നും സാധിക്കത്തില്ലെന്ന് പറയുന്നിടത്തും ദൈവത്തിന് ചിലത് സാധ്യമാക്കി എടുക്കുവാൻ പദ്ധതിയുണ്ട്. ആ കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ ദൈവകരത്തിലേക്ക് സമർപ്പിക്കാം. വഴി അടയുന്നതും വഴി തുറക്കുന്നതും ഒക്കെ കർത്താവിൻ്റെ അനുമതിയോടുകൂടി ആകട്ടെ. ചിലതൊക്കെ അടയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു. അടച്ചതിൻ്റെ പുറകിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചില വഴികൾ നമ്മുടെ മുൻപിൽ ദൈവം അപ്രതീക്ഷിതമായ സമയത്ത് തുറന്നു തരും. അങ്ങനെയും ദൈവത്തിൻ്റെ കാര്യപരിപാടികളുണ്ട്. അപ്രതീക്ഷിതമായ സമയത്ത് തുറന്നു തന്ന എത്രയോ വഴികൾ കൂടി നമ്മുടെ ഓരോരുത്തരും സഞ്ചരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഭക്തഗണത്തിന് വേണ്ടി മാത്രമല്ലല്ലോ. ഇവിടെ ഒരു വഴിയില്ല എന്ന് നാം മനസ്സുകൊണ്ട് തീർത്തും വിചാരിച്ച് ചിലതൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടടത്ത് ദൈവം ചില വഴികൾ തുറന്നു വയ്ക്കും. പുറപ്പാടിൽ ചെങ്കടലിനകത്ത് തുറന്ന വഴി അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത വഴിയാണ്. അതുവരെ ആരും നടന്നിട്ടില്ലാത്ത വഴിയാണ്. ഒരു പ്രവാചകൻ പോലും അങ്ങനെ ഒരു വഴിയെ കുറിച്ച് പ്രവചിച്ചിട്ടില്ല. വഴിയില്ലെന്ന് കരുതി ദൈവം ആഴിക്കകത്തൊരു വഴി തുറന്നു കൊടുത്തില്ലേ? പിന്നീട് ആർക്കും ഉപയോഗിക്കാൻ വേണ്ടി ചരിത്രത്തിൽ ആ വഴി അങ്ങനെ ദൈവം നിലനിർത്തിയില്ല. അവരെ അക്കരെ കടത്തിയപ്പോൾ ആ വഴി തമ്പുരാൻ അടച്ചു. ഒറ്റ പ്രാവശ്യത്തേക്ക് നമ്മുടെ കാര്യം നടത്താൻ ഇതുപോലെ ദൈവം തുറക്കുന്ന ചില വഴികൾ ഉണ്ടാകും. അകപ്പെട്ടെന്ന് നാം വിചാരിക്കുന്ന ചില ഇടങ്ങളിൽ നീ അകപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാൻ എന്റെ ദൈവം തുറന്നു തരുന്ന ചില വഴികളുണ്ട്. നിലവിലുള്ള അടഞ്ഞ വഴികളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്നവരെ ഇന്ന് പകലിൽ അപ്രതീക്ഷിത സമയത്ത് അക്കരെ കടത്താൻ എന്റെ ദൈവത്തിന് നമുക്ക് വേണ്ടി തുറക്കാൻ ഒരു വഴിയുണ്ട്. ഓ ജീസസ്,
കണ്ണുകൾ അടച്ചൊരുന്ന് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് അറിയാവുന്ന വഴിക്കെല്ലാം പരിമിതികളുണ്ട്. നമുക്കറിയാവുന്ന വഴികളുടെ അകത്തെല്ലാം പ്രതിസന്ധികൾ ഒളിച്ചിരിപ്പുണ്ട്. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അതിന്റെ അവസാനമോ മരണ വഴികളായിരിക്കാം. സദൃശ്യവാക്യം അങ്ങനെയാ പറയുന്നത്. പക്ഷേ ഒരു വഴിയുമില്ലെന്ന് നാം വിചാരിക്കുന്ന ഇടത്ത് നമുക്ക് വേണ്ടി ദൈവത്തിന് അസാധാരണമായ ചില വഴികൾ തുറക്കാനായിട്ട് പറ്റും. ഇന്ന് പകലിൽ ദൈവം ചിലർക്ക് വേണ്ടി ഒരു വഴി തുറക്കട്ടെ. ദൈവം ചിലരെ വഴി പഠിപ്പിക്കട്ടെ. ദൈവം ചിലർക്ക് ചില പാതകളെ സെലക്ട് ചെയ്തു തരട്ടെ. ഇന്ന് പകൽ ഇതിനകത്ത് ചില സെലക്ഷൻ നടക്കട്ടെ. ദൈവം തെരഞ്ഞെടുത്ത് തരുന്ന വഴിയിൽ കൂടി പോകാൻ. കരങ്ങൾ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ കരത്തെ ഇന്ന് പകൽ കർത്താവ് പിടിക്കട്ടെ. നിന്റെ പാദം ഇടറാതിരിക്കാൻ കരത്തിൽ എന്റെ കർത്താവ് പിടിച്ചാൽ മതിയാകും. കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് ഇഹത്തിൽ നടക്കാൻ ദൈവം നമുക്ക് തരുന്നത് ഒരു ശ്രേഷ്ഠകരമായ പദവിയാണ്. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ ഇന്ന് ഒരു പക്ഷേ ശൂന്യതകൾ മാത്രമായിരിക്കാം, ആകുലതകൾ മാത്രമായിരിക്കാം, ആശങ്കകൾ മാത്രമായിരിക്കാം. ആശങ്കപ്പെടുന്നതിന്റെ ഇടയിൽ, ആകുലതകളുടെ നടുവിൽ, അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി ചെങ്കടലിന്റെ തീരത്ത് തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകലിൽ എല്ലാ വഴികളും അടയപ്പെട്ടവരുടെ മുൻപിൽ എന്റെ കർത്താവ് ഇറങ്ങി വരികയാണ്. തൽസമയത്ത് നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ചെങ്കടലിന്റെ തീരത്ത് ദൈവം ഇറങ്ങി വന്നത് റൈറ്റ് ടൈമിലാണ്. ഈ പകലിലും കൃത്യസമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കയ്യെത്തും ദൂരത്ത് ഫറവോനും സൈന്യവും കടന്നു പിടിക്കുന്നതിന് മുൻപേ, പിടിച്ച് ബന്ദികളാക്കുന്നതിന് മുൻപേ അവർക്ക് വേണ്ടി ഒരു വഴി തുറന്നതുപോലെ ഇന്ന് പകലിലും നമുക്ക് വേണ്ടി ചില വഴികൾ അനിശ്ചിതത്വത്തിന്റെ നടുവിൽ തുറക്കട്ടെ. തലകുനിയുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പക്ഷെ തലകുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. വീഞ്ഞു തീർന്ന വിവരം യേശുവിന്റെ അടുക്കൽ പറഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശുവും കൈയൊഴിയുന്നത് പോലെ തോന്നി. എന്തു ചെയ്യും? പന്തിയിൽ കയറിയിരിക്കുന്നവർക്ക് വിളമ്പിക്കൊടുക്കാൻ ഭരണിക്കകത്ത് വീഞ്ഞില്ല. ക്ഷണിക്കപ്പെട്ടവർ പുറത്തു നിൽക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ പന്തിയിൽ നിൽക്കുന്നു. എന്തു ചെയ്യും? യേശുവിനെ വിവരം ധരിപ്പിച്ചപ്പോൾ യേശുവും കൈയൊഴിയുന്നത് പോലെ ഒരു സംഭാഷണം. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കർത്താവിനോട് ചോദിച്ച കർത്താവ് എപ്പോഴാണ് അവിടുത്തെ നാഴിക? എപ്പോഴാണെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നാഴിക വന്നിട്ടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ പുസ്തകം നിങ്ങൾ പഠിച്ചേ, യോഹന്നാൻ 2 ധ്യാനിച്ചേ. ക്ഷണിച്ചു വരുത്തിയവരുടെ മുൻപിൽ വീട്ടുടയവന്റെ തല കുനിയുന്നതിന് മുൻപേ അവർക്ക് വേണ്ടി കർത്താവിന്റെ നാഴിക വെളിപ്പെട്ടു. ഇന്ന് പകലിൽ നീ ക്ഷണിച്ചു വിളിച്ചു വരുത്തിയവരുടെ മുമ്പിൽ നിന്റെ തല കുനിയാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ യേശുവിനെ ക്ഷണിച്ചത് വെറുതെയല്ല, നീ യേശുവിനെ വിളിച്ചത് വെറുതെയല്ല. പാത്രം കാലിയായപ്പോഴല്ല യോഹന്നാൻ 2 വീട്ടുകാർ യേശുവിനെ തപ്പിയത്. വീഞ്ഞ് നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാ അവർ യേശുവിനെ കൂടെ കൂട്ടിയത്. ഇന്ന് പകൽ ഒരു ദൂത് അതിനകത്ത് കിടപ്പുണ്ട്. നിറവിന്റെ സമയത്ത് യേശുവിനെ നീ നിന്റെ ലൈഫിലോട്ട് ക്ഷണിച്ചാൽ, നിന്റെ ലൈഫിലെ കുറവിന്റെ സമയത്ത് എല്ലാവരും പൊടി തട്ടി പോകുമ്പോഴും നിറവിന്റെ സമയത്ത് ക്ഷണിച്ച യേശു നിന്റെ കുറവ് തീർക്കാൻ നിന്റെ കുടുംബത്തിനകത്ത് നിന്നിരിക്കും. പലരും അവിടെ കാലുമാറി, പലരും അവിടെ കൂറുമാറി, പലരും അവിടെ സ്ഥലം കാലിയാക്കി. പക്ഷേ നസ്രായൻ അവിടെ തന്നെ നിലയുറപ്പിച്ചു. എന്തിന്? ആ കുടുംബത്തിന്റെ കുറവ് തീർക്കാൻ. കാലുമാറുന്നവർ കാലുമാറട്ടെ, കൂറുമാറുന്നവർ കൂറുമാറട്ടെ, സ്ഥലം മാറുന്നവർ സ്ഥലം മാറട്ടെ. അതുകൊണ്ടൊന്നും നിന്റെ തല കുനിയാൻ എന്റെ കർത്താവ് ഇടവരുത്തുകയില്ല. നിന്റെ കുറവ് തീർക്കാൻ അവൻ അവിടെ തന്നെയുണ്ട്. ആ വീടിന്റെ ഏതോ ഒരിടത്ത് അവൻ നിൽപ്പുണ്ട്. അവൻ നിന്റെ തല കുനിയുന്നതിന് മുൻപേ തന്റെ മാഴിക വെളിപ്പെടുത്തും. ഇന്ന് പകലിൽ നിരാശപ്പെടുന്ന ചില ഹൃദയങ്ങളുടെ അകത്തുനിന്ന് നിരാശ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. വഴി തുറക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് അറിയേണ്ട വഴി, കാണിക്കേണ്ട വഴി, തിരഞ്ഞെടുക്കേണ്ട വഴി, പഠിക്കേണ്ട വഴി, ഇതെല്ലാം കർത്താവിന്റെ നിയന്ത്രണത്താൽ, സാന്നിധ്യത്താൽ നമുക്ക് അനുഭവവേദ്യമാകാം. ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കാം. വഴിയൊരുക്കും അവൻ ആഴികളിൽ
വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും, വഴിയൊരുക്കും അവനാഴികളിൽ. വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും, വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണയേ